നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിഭാഗീയത, തമ്മിൽ തല്ല്, തെരുവ് പോര്, CPM പാർട്ടി പൊട്ടിത്തെറിക്കുന്ന കാഴ്ച. CPMന്റെ മുതിർന്ന നേതാവ് G. സുധാകരനെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടികൾ. മറുവശത്ത് തോമസ് ഐസക്കിനെ പാർട്ടി അണികൾ തന്നെ വലിച്ചെറിയുന്നു. കരുനാഗപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട അണികൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഗതികെട്ട പാർട്ടിയിൽ ഇനി തുടരില്ല എന്ന പ്രഖ്യാപനവുമായി ഒരു മുതിർന്ന CPM നേതാവ് BJP വേദിയിലെത്തി. നിരവധി CPM നേതാക്കൾ BJPയിൽ ചേരാനൊരുക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആലപ്പുഴയിലെ CPM യുവനേതാവ് BJPയിൽ ചേർന്നത് വലിയ നെഞ്ചിടിപ്പുണ്ടാക്കുന്നു പാർട്ടിക്ക്. ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ ബിബിൻ C. ബാബുവാണ് ഇപ്പോൾ BJP അംഗത്വമെടുത്തിരിക്കുന്നത്. CPMനെ ഇപ്പോൾ നയിക്കുന്നത് വർഗീയ ശക്തികളെന്നാണ് ബിബിൻ C. ബാബു മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടിയിൽ G. സുധാകരന്റെ അവസ്ഥ ദയനീയമെന്ന് അദ്ദേഹം പറയുന്നു. G. സുധാകരനെ സ്നേഹിക്കുന്ന ഒട്ടനവധി പാർട്ടി പ്രവർത്തകരുണ്ട്. അവരൊക്കെ വേദനയിലാണ്. മറുവശത്ത് G. സുധാകരനെ കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ് CPM പാർട്ടി. മോദിയുടെ വികസന നയമാണ് നല്ലത് എന്ന പ്രഖ്യാപനത്തോടെ ബിബിൻ C. ബാബു BJPയിൽ അംഗത്വമെടുത്തത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണമായി. ആലപ്പുഴ ജില്ല ശോഭാ സുരേന്ദ്രന്റെ മത്സരത്തോടെ കൂടുതൽ BJPയിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. നിരവധി CPM പ്രവർത്തകരാണ് അന്ന് BJPയിലേക്ക് ചേക്കേറിയത്. ഇപ്പോഴിതാ പാർട്ടി അടിമുടി വിറയ്ക്കുന്ന കാഴ്ച. ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴങ്ങിക്കേട്ടത്. ഔദ്യോഗിക നേതൃത്വം ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത വ്യക്തി പെണ്ണുപിടിയനാണ്, അഴിമതിക്കാരനാണ് എന്ന് പച്ചയ്ക്ക് സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു. ഇവനെപ്പോലെ ഏറ്റവും വൃത്തികെട്ടവരെ കൊണ്ടു നടക്കുന്നവരാണ് ഇപ്പോൾ CPM നേതൃത്വത്തിലുള്ളത്. തുടർന്ന് സംസ്ഥാന സമിതി അംഗങ്ങളെപ്പോലും അവർ പൂട്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കിയിരുന്നു. തെരുവിൽ അതിശക്തമായ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. ഒടുവിൽ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വലിയ സംഘം കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അണികൾ നടത്തിയ പ്രതിഷേധ മാർച്ച്. പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളിലൂടെ പ്രവർത്തകർ നേതൃത്വത്തെ പരസ്യ വിചാരണ തന്നെ ഇന്നലെ നടത്തി. പാർട്ടിയുടെ കേഡർ സ്വഭാവം കാറ്റിൽ പറത്തി തെരുവിൽ പ്രകടനം നടത്തിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു CPMന്. പ്രവർത്തകരെ കൂട്ടത്തോടെ പുറത്താക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യമുന്നയിച്ചു. എന്നാൽ നേതൃത്വം അമ്പരപ്പിൽ നിൽക്കുകയാണ്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് നിരത്തി പോലീസ് ഈ പ്രതിഷേധ മാർച്ചിനെ തടഞ്ഞു. എന്നാൽ അക്രമം നടത്താനല്ല തങ്ങൾ വന്നത്, പാർട്ടി ഓഫീസിൽ പരാതി പറയാൻ വന്നതാണ് എന്ന് പ്രവർത്തകർ. എന്നാൽ പോലീസ് ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കടത്തിവിട്ടില്ല. തുടർന്ന് പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധമറിയിച്ചു. ഒപ്പം മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഈ മുദ്രാവാക്യം CPMനെ അടപടലം തീർക്കുന്നതായിരുന്നു. തൊടിയൂർ കല്ലേലി ഭാഗം, ആലപ്പാട് നോർത്ത്, കുലശേഖരപുരം നോർത്ത്, കരുനാഗപ്പള്ളി വെസ്റ്റ് ടൗൺ തുടങ്ങി മിക്ക ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ളവർ പ്രതിഷേധ മാർച്ചിനെത്തിയിരുന്നു. സമ്മേളനം കഴിഞ്ഞ രാത്രി സംഘർഷത്തിൽ കലാശിച്ചതോടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടാകും എന്ന സൂചനകൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയ പോലീസ് സുരക്ഷ അവിടെ ഒരുക്കിയത്. തുടർന്ന് കരുനാഗപ്പള്ളി പട്ടണമാകെ സംഘർഷഭീതിയിലായി. 12 മണി കഴിഞ്ഞതോടെ പ്രവർത്തകർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ തടിച്ചുകൂടി. പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് തടയുന്നത് പ്രതിഷേധാർഹമാണ് എന്ന് പ്രകടനം നടത്തിയവർ പറയുന്നു. ഗോവിന്ദച്ചാമിക്ക് പകരം അമറുൽ ഇസ്ലാം 5-6 പേർ മാത്രം കൈപൊക്കിയ പാനൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന നേതൃത്വത്തിന്റെ തിട്ടൂരം കരുനാഗപ്പള്ളിയിൽ വേണ്ട തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങിക്കേട്ടു. അഴിമതി ഭരണം കരുനാഗപ്പള്ളിയിൽ വേണ്ട എന്ന് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. കാപ്പാസ് കേസ് പ്രതിയായ ഗുണ്ടാത്തലവനുമായി ജില്ലാ കമ്മിറ്റി അംഗത്തിന് എന്തു ബന്ധം എന്ന് പ്രതിഷേധം മാർച്ച് മുദ്രാവാക്യം മുഴങ്ങി. കൈക്കൂലിയും സ്ത്രീപീഡനവുമൊക്കെ നേതാക്കളുടെ മേൽ ആരോപിക്കപ്പെട്ടു. നേതാക്കളെ പച്ചയ്ക്ക് വലിച്ചുകീറിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കോടികളുടെ സ്വത്ത് അന്വേഷിക്കുക, പാർട്ടി സ്കൂൾ സ്വന്തം സാമ്പത്തിക നേട്ടത്തിനായി മാത്രം ഉപയോഗിച്ച നേതാവ്, കരുനാഗപ്പള്ളി പാർട്ടിയിലെ അന്ധകൻ, കൊള്ളക്കാരിൽ നിന്നും CPMനെ രക്ഷിക്കുക തുടങ്ങിയ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമൊക്കെ പ്രതിഷേധത്തിനിടയിൽ ചാനലുകളിലൂടെ മിന്നിമറഞ്ഞു. പ്രതിഷേധം നടത്തിയവരുടെ പേരുവിവരം ശേഖരിച്ച് ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സമർപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി.
ഇന്നലെ ഏരിയ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നു. വീഡിയോകൾ, ഫോട്ടോകൾ തുടങ്ങിയവ പരിശോധിച്ച് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കും എന്ന സൂചനയാണ് ഏരിയ കമ്മിറ്റി നൽകിയത്. എന്നാൽ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിച്ചു. ഞങ്ങൾക്ക് CPM എന്ന പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 10 ലോക്കൽ കമ്മിറ്റികളുള്ള കരുനാഗപ്പള്ളിയിൽ 7ഇടത്തും ലോക്കൽ സമ്മേളനങ്ങൾ മത്സരത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇവ സമവായത്തിലൂടെ പൂർത്തിയാക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. എന്നാൽ സമവായ ചർച്ചകൾ പല സ്ഥലങ്ങളിലും അലസിപ്പിരിഞ്ഞു. കുലശേഖരപുരം നോർത്തിലെ ലോക്കൽ സമ്മേളനം പൊട്ടിത്തെറിയിലാണ് കലാശിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കൊടിയെയും ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനെയും അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരാണ് കരുനാഗപ്പള്ളിയിലെ പൊട്ടിത്തെറിക്ക് കാരണം. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പക്ഷം പിടിച്ചുവെന്നാണ് ഇപ്പോൾ CPM പ്രവർത്തകർ പറയുന്നത്. ഇതോടെ ലോക്കൽ സമ്മേളനങ്ങളിൽ ചേരിപ്പോര് പ്രകടമായി. 2002 കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ കൂട്ടത്തോടെ ഇപ്പോൾ പാർട്ടി വിടുന്നു. കരുനാഗപ്പള്ളിയിലെ കയ്യാങ്കളിയിൽ ഇടപെടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം നാളെ കൊല്ലത്ത് ചേരും. സമ്മേളന കാലയളവിൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിക്ക് പലവിധത്തിലും അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തകരിൽ നിന്നുണ്ടായത്. ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും MV ഗോവിന്ദൻ പങ്കെടുക്കും. പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതികരിക്കുന്നത്. ഇതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷാഭിപ്രായം. എന്നാൽ പ്രതിഷേധക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം എന്ന ആവശ്യം ചിലർ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നു. പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള കരുനാഗപ്പള്ളി, കുലശേഖരപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർക്കെതിരെ നടപടികളെടുത്താൽ അത് പാർട്ടിക്ക് താങ്ങാവുന്നതിലധികവും വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും എന്ന ഭയവും സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങളിലും CPMനുള്ളിൽ വിഭാഗീയത പൊട്ടിത്തെറിക്കുകയാണ്. തിരുവല്ല പീഡനക്കേസ് പ്രതി CC സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചിരുന്നു എന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം കയ്യാങ്കളിയുടെ വക്കിൽ എത്തിയിരുന്നു. തുടർന്ന് സമ്മേളനം നിർത്തിവെച്ചു. കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല അമ്പലപ്പുഴയിലും ഇപ്പോൾ പൊട്ടിത്തെറികൾ ദൃശ്യമാണ്. സുധാകരന് ഇനി CPMൽ ഇരിപ്പിടമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുൻ മന്ത്രി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കി. ചുരുക്കത്തിൽ സുധാകരനുമായി ഇനി പാർട്ടിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് പാർട്ടിയെ ആലപ്പുഴയിൽ നിയന്ത്രിക്കുന്ന സജി ചെറിയാനും കൂട്ടരും. സജി ചെറിയാനെ ജില്ലാ സെക്രട്ടറിയായി വാഴിച്ച സുധാകരനെ തന്നെ വെട്ടിയിടുകയാണ് പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് സജി ചെറിയാന്റെ നേതൃത്വത്തിൽ. ഉദ്ഘാടന സമ്മേളനത്തിലും ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിലും സുധാകരന് ക്ഷണമില്ല. സുധാകരന്റെ വീടിനടുത്താണ് ഇക്കുറി പൊതുസമ്മേളനം. 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെ MLA ആയിരുന്ന സുധാകരനെ പാർട്ടി പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. CPMന്റെ ആലപ്പുഴ യുവനേതാവ് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കിയാണ് എന്ന ആരോപണം സുധാകരൻ ഉയർത്തിയിരുന്നു. CPMലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി. പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തി. എന്തിനേറെ, പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ വിമർശനങ്ങളും സുധാകരൻ തൊടുത്തിരുന്നു. ഇതിനെ തുടർന്ന് സുധാകരനെ വെട്ടിയൊരുക്കാനുള്ള നിരവധി തന്ത്രങ്ങളാണ് CPM പയറ്റിയത്. ഏറ്റവും ഒടുവിൽ സുധാകരനെ കറിവേപ്പില പോലെ പാർട്ടിയിൽ നിന്ന് വലിച്ചെറിയുന്നു. സമ്മേളന ദിവസങ്ങളിൽ സുധാകരൻ വീട്ടിൽ തന്നെയുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് സുധാകരൻ. തനിക്ക് പാർട്ടി പദവികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഏരിയ സമ്മേളനത്തിൽ തന്നെ ക്ഷണിക്കാത്തത് എന്ന് സുധാകരൻ വിശദീകരിക്കുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായതുകൊണ്ട് തന്നെ സുധാകരനെ ഏരിയ സമ്മേളനത്തിന് ക്ഷണിക്കേണ്ടതാണ്. ഈ സമ്മേളനത്തോടെ അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് എന്ന സ്ഥാനവും സുധാകരന് നഷ്ടപ്പെടും. തോമസ് ഐസക്കിന് പോലും നേരത്തെ ആലപ്പുഴ പാർട്ടിയിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വിമത ശബ്ദമുയർത്തിയ സുധാകരനെയും അവർ വെട്ടിനിരത്തുന്നു. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CS സുജാതയുടെ തോൽവിക്ക് പിന്നിൽ 1998 CS സുജാതയെ ആലപ്പുഴ പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയതിന് പിന്നിൽ TJ ആഞ്ചലോസിന് ബന്ധമുണ്ട് എന്ന ആരോപണമുയർത്തിയ
പാർട്ടി റിപ്പോർട്ടാണ് ഇപ്പോൾ ജി സുധാകരൻ തള്ളിക്കളഞ്ഞത്. പാർട്ടിയെ വളർത്തിയ നേതാവാണ് TJ ആഞ്ചലോസ്. 1987 കോളേജ് പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിന് സീറ്റ് നൽകി ആലപ്പുഴ MLA ആക്കി. അന്നത്തെ ഊർജ്ജസ്വലനായ യുവനേതാവിനെ പുറത്താക്കിയതിലുള്ള സങ്കടമാണ് ജി സുധാകരൻ പങ്കുവച്ചത്. പിന്നീട് ആഞ്ചലോസിന് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും പാർട്ടി നൽകിയതുമില്ല. പഴയ വിഷയങ്ങളിൽ ഇനി പ്രതികരിക്കുന്നില്ല എന്ന് ആഞ്ചലോസ് പറയുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ ജി സുധാകരനെ പൂർണ്ണമായും പാർട്ടി വെട്ടിയൊതുക്കുന്നു. ആഞ്ചലോസിന്റെ പേരിലാണ് ഈ പ്രതികാര നടപടിയെങ്കിലും ജി സുധാകരനെ പിണറായി വിജയൻ പൂർണ്ണമായി വെറുക്കുന്നു. ജി സുധാകരനോടുള്ള പക തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിൽ. ചുരുക്കത്തിൽ ആലപ്പുഴ പാർട്ടിയിൽ വിഭാഗീയത കത്തിയാളുന്നു. വൻ സ്ഫോടനങ്ങളിൽ തകർന്നടിയുന്നത് പാർട്ടിയുടെ വളരെ കാലമായി പണിതുയർത്തിയ കോട്ടകൊത്തളങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.